MS-ൻ്റെ കുറിപ്പുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് VD സതീശൻ നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ നുണയല്ല ഞാൻ പറയുന്നത്, അതിനേക്കാൾ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സുകൊണ്ട് കൂടുതൽ ക്ഷീണിച്ച അവസ്ഥയിൽ അദ്ദേഹത്തോട് ഇത് പറയാൻ പാടില്ല എന്ന് അറിയാം, എങ്കിലും പറയാതെ വയ്യ എന്നാണ്. ഇത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, എങ്കിലേ ഈ കാര്യം പൂർണ്ണമാവും. 1956 നവംബർ മാസം 1-ാം തീയതിയാണ് കേരള സംസ്ഥാനം രൂപപ്പെട്ടത്. അപ്പോൾ 2031 എന്നത് കേരളത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ്. പ്ലാറ്റിനം ജൂബിലിയെ വരവേൽക്കാൻ കേരളത്തിൻ്റെ സർക്കാർ ഒരുങ്ങുന്നു. സർക്കാർ ആദ്യമായി ദേശീയ അന്തർദേശീയ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളം 2031 എങ്ങനെ ആയിരിക്കണമെന്ന് വലിയൊരു ആലോചന നടത്തി. കേരളം 2031 എന്നതായിരുന്നു അതിൻ്റെ പേർ. വലിയൊരു സെമിനാർ. പിന്നെ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി ഇതിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ വച്ചുകൊണ്ട് കേരള പഠന കോൺഗ്രസ് നടത്തി. ഒരുപാട് വിദഗ്ധന്മാരും പാർട്ടിയിൽ നിന്നും നയ രൂപീകരണത്തിൽ പങ്കുള്ള മെമ്പർമാരും പൊതുജനങ്ങളും പങ്കെടുത്തുകൊണ്ടാണ് ആ പഠന കോൺഗ്രസ് നടത്തിയത്. പിന്നെയാണ് LDFൻ്റെ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകുന്നത്. പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ കേരളം എങ്ങനെ ആയിരിക്കണമെന്ന് ആണ് പാർട്ടി ചർച്ച ചെയ്യുന്നത്. ഇതാണ് കേരളമൊട്ടാകെ ഈ ഇലക്ഷൻ കാലത്ത് ചർച്ച ചെയ്യുന്നത്. ഇനി നമ്മുടെ UDFിലേക്ക് പോയാലും ഇവിടെ ഈ വക ഒന്നും കാണുന്നില്ല. ആകെക്കൂടി പൊതുയുഗയാത്രയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നടത്തുന്ന പ്രസംഗങ്ങൾ ആണ് കേരള വികസനത്തെക്കുറിച്ച് പറയുന്നത്. ആ പ്രസംഗങ്ങളിൽ ഒന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആദ്യം നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം. സ്വപ്നതുല്യമായ പദ്ധതികളുണ്ട് കേരളത്തെ രക്ഷിക്കാൻ. ഞാൻ എല്ലാം പറയുന്നില്ല, സസ്പെൻസ് പോകും. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേരളത്തെ രക്ഷിക്കാൻ സ്വപ്ന തുല്യമായ പദ്ധതികൾ ഉണ്ട് എന്നാണ്. ശ്രദ്ധിക്കുക, കേരളത്തെ രക്ഷിക്കാൻ സ്വപ്ന തുല്യമായിട്ടുള്ള പദ്ധതികൾ ഉണ്ട്. അടുത്ത വാചകം അത് ഇവിടെ ഞാൻ പറയുന്നില്ല, സസ്പെൻസ് പോകും എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു വാചകമാണിത്. കേരളത്തെ രക്ഷിക്കാൻ സ്വപ്ന തുല്യമായ പദ്ധതികളുണ്ട്, പക്ഷെ അത് ഇവിടെ പറയില്ല, പറഞ്ഞാൽ സസ്പെൻസ് പോകും. അപ്പോൾ അദ്ദേഹം ആരെയാണ് പേടിക്കുന്നത്? ആരെ പേടിച്ചിട്ടാണ് തൻ്റെ സ്വപ്ന തുല്യമായ പദ്ധതികൾ ഒളിച്ചു വയ്ക്കുന്നത്? ഇന്നത്തെ ഭരണകക്ഷിയെ പേടിച്ചു. അവർക്ക് കേരളം മുഴുവൻ ചർച്ച ചെയ്ത് ആറ്റിക്കുറുക്കിയ പദ്ധതികളുണ്ട്. അവർക്ക് ഈ സതീശൻ സ്വപ്നത്തിൽ ഉണ്ടാക്കിയ പദ്ധതികൾ വേണ്ട. പിന്നെ തൻ്റെ പാർട്ടിയിലെ മറ്റു നേതാക്കൾ അറിയും എന്ന് പേടിച്ചിട്ടാണ്. അതോ തൻ്റെ മുന്നിൽ ഇരിക്കുന്ന ജനങ്ങൾ കേൾക്കും എന്ന് പേടിച്ചിട്ടാണോ? അവരല്ലേ അത് അറിയേണ്ടത്, അവർ തന്നെയല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഈ സ്വപ്നം തുല്യമായ പദ്ധതികൾ ജനം സ്വീകരിച്ച, ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറിയാൽ അങ്ങനെയല്ലേ വോട്ട് ലഭിക്കൂ, അങ്ങനെയല്ലേ അധികാരത്തിൽ വരാൻ പറ്റൂ. അല്ലാതെ ഞാനിതാ പറയുന്നു, നിങ്ങൾ അംഗീകരിക്കണം, സതീശൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ജനം അംഗീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ? എന്തിനാണ് ജനങ്ങളുടെ മുന്നിൽ ഒരു സസ്പെൻസ്? അത് മോശമല്ലേ സതീശ? പിന്നെ അതിലെ ഏറ്റവും അശ്ലീലമായ ഒരു പ്രയോഗമുണ്ട്. സസ്പെൻസ് എന്ന പ്രയോഗത്തിന് ശേഷം സതീശൻ
കാണിക്കുന്ന ഒരു ആംഗ്യമാണ്. അതാണ് ഏറ്റവും അശ്ലീലമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ സ്വപ്ന തുല്യമായ പദ്ധതികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേദിയിൽ ഇരിക്കുന്നവരെ നോക്കി കണ്ണടച്ച് കാണിക്കുന്നു. നോക്കൂ, ഈ ജനങ്ങളുടെ മുമ്പിൽ വലിയ പദ്ധതികൾ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നോട്ട് തിരിഞ്ഞു നോക്കി വേദിയിലിരിക്കുന്നവരുടെ നേരെ കണ്ണടച്ച് കാണിക്കും. എന്തിനാണിത് കാണിക്കുന്നത്? സതീശൻ തൻ്റെ മുന്നിൽ ഇരിക്കുന്നവരെ പച്ചയ്ക്ക് പറ്റിക്കുക. അതല്ലേ സത്യം? അവർ കോൺഗ്രസ്സുകാരായിപ്പോയി. അവർ സതീശൻ്റെ മുന്നിൽ അച്ചടക്കത്തോടെ ഇരുന്നു കൊടുത്തു. അവരെയാണ് ഈ സതീശൻ കണ്ണടച്ച് കാണിക്കുന്നത്, പറ്റിക്കുന്നത്. അവർ കോൺഗ്രസ്സുകാർ ആയിപ്പോയി എന്ന ഒരൊറ്റ അതിന് അദ്ദേഹം നൽകിയ വില കൊള്ളാം, അല്ലേ? അപ്പോൾ ആ കണ്ണടയ്ക്കൽ പ്രയോഗം കൊണ്ട് അദ്ദേഹം അതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്യാൻസൽ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കരുത് സതീശ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.